നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി മുടക്കവും സംബന്ധിച്ച മണ്ഡലം MLA KP മജീദിന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ചൂടിനെതിരെ ചൂടേറിയ ചർച്ച. യോഗത്തിൽ KCB ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർന്നത്. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും സ്ഥിരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി മുടക്കത്തിനെതിരെയും വോൾട്ടേജ് ക്ഷാമത്തിനെതിരെയും ആരോപണങ്ങളും പരാതികളും ഉന്നയിച്ചു. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ അവരുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ ജീവന് തന്നെ ആപത്തായിട്ട് ആണ് അവിടെ ഇരിക്കുന്നത്. കറണ്ട് പോയാൽ ഫോണ് എടുക്കലും ഇത് ഓപ്പറേറ്റ് ചെയ്യലും റോഡ് നോക്കലെല്ലാം കൂടി അവർ കിടന്ന് ഓടിയിരിക്കും. അതിൻ്റെ ഇടയിലാണ് ആളുകൾ ചീത്തയും പറയുന്നത്. അപ്പം അവരും ടെൻഷനിലാണ്. അവർ ശരിക്കും ശ്രദ്ധിച്ച് ജോലി ചെയ്യേണ്ട സ്ഥലമാണ്. അത് മാറി ഓഫ് ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടം വരും. പിന്നെ ഈ റോഡ് കൂടുന്നത് നോക്കിയിരുന്ന് സബ്സ്റ്റേഷൻ മൊത്തം റോഡ് കൂടി കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻ മൊത്തം ഓഫായി പോകും. പിന്നെ ഒരു വീട് ചാർജ് ചെയ്ത് നിർത്താൻ ഒന്നും പറ്റില്ല. കാരണം എല്ലാം ട്രിപ്പായി കൊണ്ടിരിക്കും. അപ്പൊ ആ ട്രിപ്പിങ്ങിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോഡ് നോക്കിയിരുന്നിട്ട് ഇവരെ സെക്ഷനിൽ വിളിച്ച് പറയും ലോഡ് കുറയ്ക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഇവർ ഈ ലോഡ് കുറയ്ക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത് സ്റ്റേഷൻ മൊത്തം ഔട്ടാവും. അതുപോലെ തന്നെ മൊത്തം നമുക്ക് കിട്ടുന്ന സപ്ലൈ, അത് ഗ്രിഡിൽ മൊത്തം കുറഞ്ഞ് പുറമേ കിട്ടുന്നത് കുറഞ്ഞാൽ നിങ്ങൾക്കറിയാം വൈകുന്നേരം പുറമേ നിന്ന് വാങ്ങിയിട്ടാണ് ഈ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഉത്പാദനം ഒരു 20% ഉണ്ടാവും. അപ്പൊ ആ വാങ്ങുന്നതിൽ കിട്ടാൻ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഗ്രിഡ് കൊളാപ്സായി പോകും. എന്നുവെച്ചാൽ ഇവിടെയുള്ള ജനറേറ്റർ എല്ലാം ട്രിപ്പായിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ വരും. അപ്പൊ അത് വരാതിരിക്കാൻ ലോഡ് മാനേജ്മെന്റ് ഭാഗമായിട്ട് ഞങ്ങൾ സബ്സ്റ്റേഷനിൽ സ്വിച്ച് ചെയ്ത് ലോഡ് ഡെസ്പാച്ച് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നേരെ അത് ഓട്ടോമാറ്റിക്കാണ്. അത് അപ്പൊ 600 MB കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 600 MB കട്ട് ചെയ്യണമെങ്കിൽ 600 MB കട്ട് ചെയ്യാൻ എവിടെയൊക്കെ ഓഫ് ചെയ്യണമെന്ന് ഒരു പ്രോഗ്രാമാണ് തീരുമാനിക്കുന്നത്. അത് അവിടെ ട്രിപ്പ് കൊടുത്ത് അവിടെ ട്രിപ്പാവും. അപ്പൊ ഇതൊന്നും ഞങ്ങളെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൺട്രോൾ ചെയ്യുന്നതല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് സഹായിച്ചു പോകണം. വിവിധ ഫീഡറുകളിലെ ട്രാൻസ്ഫോമറുകൾ നിശ്ചിത ക്രമത്തിൽ ഓഫ് ചെയ്ത് വൈദ്യുതി ക്രമീകരിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. രാത്രി 9 മണി മുതൽ 1 മണി വരെ നിശ്ചിത എണ്ണം ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് ഓരോ ഭാഗത്തേക്കുമുള്ള വൈദ്യുതി മുടങ്ങുക. എന്നാൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്നത് സംശയമാണ്. കൂടാതെ ഏതെല്ലാം ട്രാൻസ്ഫോമറുകളാണ് ഓഫ് ചെയ്യുക എന്നത് മുൻകൂട്ടി അറിയിക്കും. വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുമെന്നും KCB അധികൃതർ പറഞ്ഞു. അങ്ങനെ ഒരു ക്രമപ്രകാരം നമുക്ക് റൊട്ടേഷൻ വെച്ചുകൊണ്ട് മൊത്തം വീടറിന്റെ 10 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇനിയിപ്പോൾ സ്വിച്ച് ഓഫ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഈ കൊടിഞ്ഞി ഭാഗത്ത് ഒരു പ്രത്യേക ഇഷ്യൂ ഉള്ളത്. കൊടിഞ്ഞി ഭാഗം ചെമ്മാട് ഫീഡറിന്റെ ലാസ്റ്റ് ആണ് നിൽക്കുന്നത്. അതായത് ചെമ്മാട് ഫീഡറിന്റെ ഫാഗ് എൻജിൻ എന്ന് പറയും. ഒരു 30ാമത്തെ 32ാമത്തെ ഒക്കെ ട്രാൻസ്ഫോമറുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ചെമ്മാടിന്റെ പ്രത്യേകത ചെമ്മാട് ഫീഡറില് എന്ത് ടിപ്പിംഗ് വന്നാലും അത് അവർക്ക് സപ്ലൈ പോകുന്നുണ്ട്. അപ്പോ അവരുടെ ആ ലാസ്റ്റ് ട്രാൻസ്ഫോമറിന്റെ സ്വിച്ച് ഓഫ് തിരുവങ്ങാടി പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്യുക. അവർക്ക് കഴിയുന്നതും അവരെ ഒന്നാമത് അവർ ഈ ലാസ്റ്റിലെ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് കുറവിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ കൂടുതൽ അവരെ ഒരു ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഏതായാലും നിങ്ങൾ സ്വിച്ച് ഓഫ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അത് അതെ കൊടിഞ്ഞി ഏരിയയിലേക്കും തന്നെ ഇപ്പൊ നമ്മൾ ഈ വെന്യൂ സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തതോടുകൂടി കൊടിഞ്ഞി ഏരിയയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഫീഡർ ആ ഭാഗത്ത് കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വെന്യൂ ഫീഡറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെന്യൂ സബ്സ്റ്റേഷൻ ആക്കിയിട്ട് മാറ്റും. എന്നാൽ അത് സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് MLA സഹകരിച്ചില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്ന് പ്രചരിപ്പിച്ചതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് കാരണം എന്താണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. അപ്പൊ ഉത്തരവാദിത്തോടും കൂടിയല്ലേ സാർ പറഞ്ഞത്? സാറിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളല്ലേ? എന്തുകൊണ്ടാണ് ഓക്കെ എലക്ഷന്റെ കാര്യങ്ങൾ അതിനുവേണ്ടി ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് MLA എന്ത് ചെയ്തു? ഇതൊക്കെ സാർ ജനങ്ങൾ അറിയേണ്ടത്.
സബ്സ്റ്റേഷന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും 4 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാകുമെന്നും KCB അധികൃതർ അറിയിച്ചു. അതേസമയം പവർ കട്ട് പ്രാവർത്തികമാക്കിയാൽ നിലവിലെ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകുമെന്ന് ഐക്യകണ്ഠേന എല്ലാവരും പറഞ്ഞു. എന്നാൽ സർക്കാർ തീരുമാനം അറിയിക്കാത്തതിനാലാണ് ഇക്കാര്യം നടപ്പാക്കാത്തതെന്നും പറഞ്ഞതോടെ CPM നേതാവും യൂത്ത് ലീഗ് നേതാവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഓർഡർ ഇറക്കിയിട്ടില്ല. ഈ ഓർഡർ ഇറക്കാത്തതാണ് ഇപ്പോൾ ഈ അവസ്ഥകളെ. ഈ സർക്കാരിൻ്റെ പിടിപ്പ് കൂടി ജനങ്ങളെ അറിയിക്കണം. കാരണം എന്താ ഈ പവർ കട്ട് പോയി കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അത് ഭയങ്കര കറണ്ട് കട്ട് പറയണല്ലോ. സർക്കാരിന്റെ ന്യായീകരിക്കണ്ട. സർക്കാരിന്റെ കാരണം ഒരു ദിവസം എത്ര പ്രാവശ്യം എത്ര സമയം സർക്കാരിന്റെ യോഗത്തിൽ KP മജീദ് MLA അധ്യക്ഷത വഹിച്ചു. പവർ കട്ട് വന്നാൽ ഇന്ന സമയത്ത് പോകും, ഇന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പറയാൻ പറ്റാത്തതുകൊണ്ടും അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവർ ലിമിറ്റേഷനിലെ ട്രാൻസ്പോർട്ടിന് അഡ്ജസ്റ്റ് ചെയ്യാം. അത് അതിന് മനസ്സിലാക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിളിച്ചത് നിങ്ങൾക്ക് പരാതി കേൾക്കാൻ വേണ്ടിയാണ്. ആ പരാതി കേൾക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ ആന കിട്ടാൻ പാടില്ലല്ലോ. നമ്മളെ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ അവരെ പ്രയാസപ്പെടണം. ആ പ്രയാസം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ അറേഞ്ച് ചെയ്യണം നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? അതിന് ഇവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം. അല്ലാത്തൊരു ഗവൺമെന്റ് ബോർഡ് തരത്തിൽ നമുക്ക് സംസാരിച്ച് ചെയ്യാം. കാര്യം എല്ലാ ഇതൊക്കെ വെച്ചാൽ പല ജില്ലയിലായിരുന്നാൽ പിന്നെ ഈ സബ്സ്റ്റേഷന്റെ കാര്യം ഞങ്ങളെല്ലാം കൂടി രണ്ടാമത് ചർച്ച ചെയ്താണ്. 33 KV സ്റ്റേഷന്റെ പണി തുടങ്ങിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ വന്നു. ഇപ്പൊ ടെൻഡർ എടുത്തു, ഒരാൾ ടെൻഡറാണ് വേറെ ടെൻഡർ ചെയ്യണം. അത് കഴിഞ്ഞാൽ 110 KV തുടങ്ങാൻ വെച്ചാൽ എവിടെ ഗുണത്തെ ഈ പിന്നെ വലിയൊരു ആവശ്യത്തിൽ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരും ബുദ്ധിരാത്രി ചെയ്യാം. അപ്പൊ നമുക്ക് ഇവര് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവരെ ലിമിറ്റിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ചെയ്യാം. അല്ലാതെ നമ്മൾ ഗവൺമെന്റ് തലത്തിലും ബോർഡ് തലത്തിലും നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. തിരൂരങ്ങാടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OP വേലായുധൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ റൈഹാനത്ത, ട്രാൻസിസ്റ്റന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രവി കൊടക്കാട്ടകത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുപ്രിയ, തിരൂരങ്ങാടി AE ഷാനവാസ, വെന്നൂർ AE ബിജു, പരപ്പനങ്ങാടി AE മുഹമ്മദ് ഷാഫി, നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത, തെന്നല പഞ്ചായത്ത് പ്രസിഡന്റ് സെലീന കരുമ്പിൽ, പെരുമണ്ണക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ, എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മണമൽ ഷാജി തുടങ്ങിയവരും മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.